ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും മുടി ഒരു വിധം സ്ട്രെയിറ്റ് ആക്കാനും നല്ല രീതിയിൽ ബൗൺസി ആക്കാനും അതുപോലെ മുടിക്കൊരു ഷൈനിങ് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാനായിരിക്കില്ലേ നമ്മളിൽ ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും ഇഷ്ടം. അതിനായിട്ട് നമ്മൾ പാർലറിൽ പോയിട്ട് ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. സ്മൂത്തനിങ്, അതുപോലെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുക, ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും അതുപോലെ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനായിട്ട് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഒരു 10 രൂപയ്ക്കുള്ളിൽ സാധനം വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്രീമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലെ ആയില്ലെങ്കിലും അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, ഇതിട്ടിട്ട് 1 മണിക്കൂറെങ്കിലും നിന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെണ്ടയ്ക്കയാണ് കേട്ടോ. ഞാനൊരു 7 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും വെണ്ടയ്ക്കെങ്കിലും എടുക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ വെണ്ടയ്ക്ക ഒരുപാട് മൂത്തത് എടുക്കരുത് കേട്ടോ, കിളുന്ത് വെണ്ടയ്ക്ക തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വെണ്ടയ്ക്കയുടെ മേളിലുള്ള ഭാഗം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ വെണ്ടയ്ക്ക മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതായത് വെണ്ടയ്ക്കയും വെള്ളവും ഒരേ അളവിൽ വേണം നിൽക്കാനായിട്ട്. ഇനി നമുക്കിത് തിളപ്പിച്ച് അതിൻ്റെ ജെല്ലെടുക്കണം. നന്നായി തിളച്ച് ഒരു 5 മിനിറ്റ്, അതായത് വെണ്ടയ്ക്ക ഒന്ന് കുക്കായി കഴിയുമ്പോൾ അതിൻ്റെ ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും. ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നവരെ ലോ ഫ്ലെയിമിൽ തിളപ്പിക്കുക കേട്ടോ. ഫ്ലെയിം കൂടുതലാണെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം നല്ല ജെൽ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരുവിധം തണുത്ത് കഴിയുമ്പോൾ അരിപ്പ് ഉപയോഗിച്ചൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് തണുത്ത് പോകാതെ നോക്കണം കേട്ടോ. തണുത്ത് പോയാൽ കുറച്ച് കട്ടയായി പോകും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ജെല്ല് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതൊരുപാട് തണുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ജെൽ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഈ കോൺഫ്ലവർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സ്പൂണ് കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി, വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല. കോൺഫ്ലവർ മിക്സ് ആവാൻ വേണ്ടത്ര വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുക. ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നതിനേക്കാളും ഇതുപോലെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു പാക്കിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെണ്ടയ്ക്കയുടെ ജെല്ല് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ വെണ്ടയ്ക്കയുടെ ജെല്ലിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടി ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ അത് മിക്സ് ആവില്ല. അതുകൊണ്ടാണ് നമ്മളിതുപോലെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ വെണ്ടയ്ക്കയുടെ ജെല്ലും കോൺഫ്ലവറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുന്നത്. കുറുക്കിയെടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. നമ്മൾ ഈ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവില്ലേ, ആ പരുവെത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടയായി പോകും കേട്ടോ. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോഴാണ് ഇതൊരു ക്രീം പരുവത്തിൽ കിട്ടുന്നത്. അതുമാത്രമല്ല മുടിയിൽ തേക്കാൻ എളുപ്പവും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്.
മുട്ടയാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് അല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പം മുട്ട നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണല്ലോ, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിന് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മുട്ടയുടെ വെള്ളം മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു വശം ആ തോടൊന്ന് പൊട്ടിച്ചിട്ട് വെള്ളം മാത്രമായിട്ട് എടുക്കാം കേട്ടോ. മുട്ടയുടെ മഞ്ഞ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ മഞ്ഞ എടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം എടുത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മുട്ട ചേർത്തുകൊണ്ട് പാക്ക് കുറച്ച് ലൂസായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ അത് കട്ടയായി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നല്ല ഈസി ആയി തന്നെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനും പറ്റും. എന്നിട്ട് ഈ പാക്ക് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നല്ല ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാക്ക് നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞ് വെക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം കുറച്ച് ഓയിൽ സ്കാൽപ്പിലും മുടിയിലും തേച്ച് കൊടുക്കുക. വളരെ കുറച്ച് ഓയിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മുടി ഓയിലി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കതുപോലെ തന്നെ പാക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുടിക്ക് മോയ്സ്ചർ തരുന്ന ഒന്നും ഇന്നത്തെ പാക്കിലില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തത്. ഓയിൽ തേച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുടി ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പാക്ക് ഞാൻ സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിനും സഹായിക്കുന്നതാണ്. മുടി ഒരേ സെക്ഷനായിട്ട് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് മുടി ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. മടക്കില്ലാത്ത രീതിയിലൊന്നും വലിച്ച് പിടിക്കുക കേട്ടോ. ഒരുപാട് വലിച്ച് പൊട്ടിപ്പോകുന്ന രീതിയിൽ ഒരുപാട് വലിച്ച് പിടിക്കരുത്. മടക്കില്ലാത്ത രീതിയിൽ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുടിയുടെ ചെറിയ വളവുകളൊക്കെ മാറി അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മുടി മൊത്തമായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുടിയുടെ സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തേച്ച് 1 മണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം നോക്കിയപ്പോൾ എൻ്റെ മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റിസൾട്ട്. മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അത്ര റിസൾട്ട് ഇതിനുണ്ടാവില്ല കേട്ടോ. ഇത് നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അത്ര റിസൾട്ട് ഉണ്ടാവില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയും കിടക്കും. അതുപോലെ നല്ല തിക്നെസ്സും വെക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.